സങ്കീർത്തനം എടുത്തേ, 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും വായിച്ചേ. ഹല്ലേലൂയ. എന്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു, രാത്രി മുഴുവൻ എന്റെ കിടക്കയെ ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എന്റെ കട്ടിലിനെ നനയ്ക്കുന്നു. ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. എന്റെ കണ്ണ് 46 വയസ്സുള്ള 86 വയസ്സുള്ള അമ്മച്ചിയുടെ കണ്ണ് പോലായിരിക്കുന്നു. ദുഃഖം കൊണ്ട് എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. എന്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. ലോർഡ്, അവസാനം ദാവീദ് എന്തോ ചെയ്തെന്ന് കേട്ടോടെ. 55-ാം സങ്കീർത്തനം 17-ാം വാക്യം പുള്ളി ചെയ്ത കേട്ടോ. നീയും അങ്ങനെ ചെയ്തോ, വിടുതലാ. 55-ാം സങ്കീർത്തനം 17-ാം വാക്യം. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ കരയും. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഒരു ആമീൻ പറഞ്ഞാട്ട്. ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും. പ്രാഗൽഭ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇനി ഞാൻ കണ്ണുകുഴിഞ്ഞിരിക്കത്തില്ല, ഇനി ഞാൻ കട്ടിൽ നനച്ചോണ്ടിരിക്കത്തില്ല. ഓ, അകാരണമായി നിന്നെ ദണ്ഡിപ്പിക്കുന്ന ഈ ദൈവമക്കൾ കരയണം. എപ്പോഴാണെന്നറിയാം? നിങ്ങൾ നോക്കിയേ, കരയേണ്ട കരച്ചിൽ പറയാം. എങ്ങനെയാ കരയണെന്നറിയോ? ഈ ദൈവസേനയിൽ ചെന്ന് കർത്താവേ എൻ്റെ മോളെ ഓർക്കണേ, അതല്ല. ദൈവസേന കരണ്ട എങ്ങനെയാണെന്നറിയോ? കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നോട് ആഴമേറിയ പ്രണയമുണ്ട്. ഓ, ഇതൊക്കെ പറയുമ്പോ കണ്ണു നിറയണം. ഓ, എന്റെ വീട്ടിൽ ആരെ നടത്താത്ത പോലെ എന്നെ നീ നടത്തിയല്ലോ. അങ്ങനെ കരയണം. ഈ കണ്ണുനീരിന് ബൈബിള് കൊടുക്കുന്ന വിധ കണ്ണുനീരൊരു വിതയാ. രണ്ടാമത് എന്തിന് കരയെന്നറിയാ? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കരയണം. ബൈബിളിൽ പറയാ, നീ കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. തിരുവനന്തപുരത്തൂടെ കരഞ്ഞും വിതച്ചും ഓ, പട്ടത്തൂടെ ഇറങ്ങി, നാലാഞ്ചിറ കൂടെ ഒന്ന് ഇറങ്ങി, ഓ മണ്ണത്തലെ കൂടെ ഒന്ന് ഇറങ്ങി, അമ്മ തമ്പാനു കൂടെ ഒന്ന് ഇറങ്ങി, കരഞ്ഞും വിതച്ചും കരഞ്ഞും. ഓ, മനസ്സിലായി വരുന്നോ? എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? നിന്റെ ചുറ്റുപാടുകളിൽ കൂടെ നടന്ന് കര, ആത്മാക്കൾക്ക് വേണ്ടി കര. അപ്പം സ്നേഹിച്ച് കരയണം. ചിലര് കണ്ടിട്ടില്ലയോ? ചിലരൊക്കെ ഈ ദൈവവേലയ്ക്ക് എന്തോ സപ്പോർട്ടാ. ചിലർ ഈ യോഗത്തിനിടയ്ക്കിരുന്ന് പാരയാ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, വെറുതെ തകരാൻ ഇടയാകില്ല. ഇടപെടുന്നില്ല. വെറുതെ അവരെ ഇവരെ വിമർശിച്ചു, അവരെ ഇവരെ താഴ്ത്തിക്കെട്ടി, അവരെ ഇവരെയൊക്കെ മോശമായിട്ട് സംസാരിച്ച് പണി 7 പുറകെ 8 വാങ്ങിക്കരുത്. വാങ്ങിച്ച് പിന്നെ വിടുതലൊന്നും കിട്ടത്തില്ല. ഞാൻ ദൂത് പറയുക, നമ്മളെ ആരെയും വിധിക്കാൻ വിളിച്ചിട്ടില്ല. അമ്മി, അന്യനെ വിധിപ്പാൻ നീ ആരെന്നാ ബൈബിള്? കണ്ട മിണ്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നീ നിന്റെ കാര്യം നോക്ക്. സ്വർഗത്തിൽ ചെല്ലുമ്പോ അവൻ എന്തിയ ഇവളെന്തിയ എന്ന് ചോദിക്കല്ലേ, നീ ഉണ്ടോന്നേ നോക്കത്തുള്ളൂ. അവരവർക്ക് മാത്രമേ അവരവരുടെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റൂ. അവ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, വിതയ്ക്കാൻ തയ്യാറാക്, ഒരു കൊയ്ത്തുണ്ട്. ഓ, നിന്റെ കണ്ണുനീർ ഞാൻ തുരുത്തിയിലാക്കി വെക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം സംസാരിക്കുക, നീ ഒഴുക്കിയ കണ്ണുനീര്. ഞാൻ ഒരിക്കലൊരു പ്രായമുള്ള അമ്മച്ചിയെ പരിചയപ്പെട്ടു. അമ്മച്ചിക്ക് 90 വയസ്സിലധികം ഉണ്ട്. അമ്മച്ചിയെ പിള്ളേർ കാറെ കൊണ്ടുവന്ന് യോഗസ്ഥലത്ത് കൊണ്ടുവന്നേക്ക. യോഗം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, അമ്മച്ചിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, അമ്മച്ചി ഒന്ന് കാണാവോ? ഞാൻ അമ്മച്ചിയെ പോയി കണ്ടു. അമ്മച്ചി എന്റെ കൈക്ക് പിടിച്ചു. ഓ ജീസസ്. എന്നോട് പറഞ്ഞു, മോനെ കരയാൻ കണ്ണീരില്ല. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്തോ എന്നൊക്കെയാ കരഞ്ഞേ? മോനെ, എന്റെ ദേശത്ത് ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു. ഞാൻ കരഞ്ഞത് പോലും ആത്മാക്കൾക്ക് വേണ്ടിയാ. എന്റെ വീടിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ല, എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ല, എന്റെ പൈസയ്ക്ക് വേണ്ടി ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ചുറ്റുപാട് ഒറ്റ ചർച്ചില്ലാത്തടത്ത് ഇന്ന് 21 ചർച്ച ഉണ്ട് എന്റെ യൂട്യൂബ്. ഓ കണ്ടോ, അമ്മ പറയാ, ഇന്ന് കരയാൻ കണ്ണുനീരില്ല. ആര് കരയും ദേശത്തിന് വേണ്ടി? നിന്റെ സബ്ജക്റ്റ് മാറ്റ്.
കരച്ചിൽ നിർത്തരുത്. മരിക്കുന്നിടം വരെ കരയണം. അത് മൂല്യമുള്ള കാര്യത്തിന്. അല്ലാതെ യോഗം കഴിയുമ്പോ അനിപ്പാഷ് വന്നേച്ചു പറഞ്ഞു എല്ലാരും കരച്ചിൽ നിർത്തിക്കോ, ആനന്ദിക്കാൻ പോവാന്നല്ല പറഞ്ഞേ. അകാരണമായി സാത്താൻ നിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട ദുഃഖ നിമിത്തം നീ കരഞ്ഞ് നിന്റെ നല്ല ഭാവി കളയല്ലേ. ഒരു ധൈര്യം ദൈവമക്കൾക്ക് വേണം. എന്തു വന്നാലും വരുന്നതിനെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന്. കാരണം നിന്റെ കൂടെ ദൈവമുള്ള കാലത്തോളം നിന്റെ ഏത് പ്രശ്നവും എൻ്റെ ദൈവമാ. നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി നീ ധൈര്യത്തോടെ നിന്റെ പ്രോബ്ലം ദൈവം സോൾവ് ചെയ്യും. ദൈവം ഒന്ന് പറ, അടുത്തിരിക്കും തൊട്ട് പറ, നിന്റെ പ്രോബ്ലം ദൈവം സോൾവ് ചെയ്യുമെന്ന് പറ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് വളരെ പരിചയമുള്ളൊരു കുടുംബത്തില്, സ്തോത്രം, ഒരു കുടുംബത്തിലെ ചേട്ടത്തിനെ അനിയത്തിലെ മക്കള് എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോയി. ഒരുത്തി ആദ്യം പാസ്സായി, രണ്ടാമത്തവൾ എന്ത് ചെയ്തില്ല, പാസ്സായി. നമുക്ക് കുറേ സപ്ലി ഉണ്ട്, എഴുതും തോറും ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല. എന്നും എൻ്റെ അടുക്ക് വരും, പാസ്റ്ററേ പാസ്റ്ററേ ഇവളും മാത്രം ചേട്ടത്തിലെ കൊച്ചിനെ കണ്ടു പഠിക്കടി. അവള് പറഞ്ഞു അമ്മയൊന്നും മിണ്ടായി. ഭാവി ഉണ്ടാകണമെങ്കിൽ ബിടെക് പാസ്സായ പറ്റുമെന്നൊന്നുമില്ല. നിനക്കിത് പറയാൻ വേണ്ടി കൊല്ല് എന്റെ മുമ്പിൽ വെച്ചാ എന്റെ അമ്മയൊന്നും മിണ്ടാതിരി. അവള് പറയുന്ന ഞാൻ വിശ്വസിക്കാം. അവളെ കൊണ്ട് പാസ്സാകാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും അങ്ങ് അത്ര വലിയ ബുദ്ധിയില്ല. എന്നോട് പറയാം, പാസ്റ്റർ ഒറ്റ ഒരുത്തന്നെ ഇവക്ക് സപ്പോർട്ട് ചെയ്തു. ജോലി കിട്ടിയപ്പം ബിടെക്കുകാരിക്കും കിട്ടി, ഇവക്കും കിട്ടി. ബിടെക്കുകാരിക്ക് കിട്ടിയതിന്റെ ഇരട്ടി ശമ്പളം ഇവ കൊണ്ടു. അവിടെ അമ്മ ഒന്ന് പറയോ, എന്റെ മോളെ ദൈവം അനുഗ്രഹിച്ചു. ഞാനൊന്നും പറയണ്ട, നിങ്ങൾ ദീർഘനാളുകൾ ഞങ്ങളെ പോരാടിയതാ. ഇനി ശമ്പളമൊക്കെ കിട്ടിയത് പോട്ടെ, അടുത്ത ചോദ്യം എന്നോട് ചോദിക്കുക, ഇവളെ ആര് കെട്ടു? ഇവളെ കല്യാണം ആകുമ്പം ആ മൂത്ത ജ്യേഷ്ഠത്തിയുടെ മോടെ കല്യാണം പിറ്റേ മാസം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അതും അവളെ കല്യാണം കഴിച്ചത് ഒരു എഞ്ചിനീയർ തന്നെ. അപ്പൊ ചേട്ടത്തി പറഞ്ഞു, പാസ്സായ സർട്ടിഫിക്കറ്റ് കാണിച്ച് പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്തു. പാസ്സായ ഇവരുടെ അപ്പൊ എന്തോ സർട്ടിഫിക്കറ്റ് കാണിക്കും. അപ്പൊ ഒരു ദിവസം എൻ്റെ അടുക്ക പ്രാർത്ഥിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കാൻ പറയാം, പാസ്റ്ററെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുത്താൽ കുഴപ്പമുണ്ടോ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കത്തില്ല. കാര്യം അവളെ പോലെ ആകണമെന്നാ ഇവള്. ഈ കൊച്ചിന് അന്ന് കല്യാണം നടക്കുന്നുമില്ല. ഒന്നും എന്നെ വിളിയോ, പാസ്റ്ററെ ഞാൻ 3 ഉപവാസം, ഞാൻ എൻ്റെ ആന്റി ഉപവാസം അങ്ങ് നിർത്താം, അച്ഛനും കൂടെ ഉപവാസം നിർത്താം, ദൈവം അങ്ങ് പ്രവർത്തിക്കുമെന്നേ. ഞാൻ കർത്താവ് കൊച്ചിനോട് കല്യാണം പറഞ്ഞ അതിന്റെ നമ്മുടെ സ്വസ്ഥത കെടും. ഈ വിഷമിച്ച് വിളിക്കുന്ന ആളോട് മേലാ വിളിക്കലെന്ന് പറയാൻ പറ്റത്തില്ല. അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാനിവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയ പിന്നെ എൻ്റെ പേഴ്സണൽ ഫോണിൽ 73 കോൾ വന്നിട്ടുണ്ട്, 74 എണ്ണം. എന്തോ ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്നെ നോക്ക്, ഞാൻ പറയട്ടെ. ഇവിടെ എന്താ മനസ്സിലാക്കുന്നത്? അങ്ങനെ ഏതായാലും ഒരു കല്യാണാലോചന, ചെറുക്കൻ എന്തോ പഠിച്ചെന്ന് ഇവര് ചോദിച്ചുമില്ല, ഇവൾ എന്തോ പഠിച്ചെന്ന് ചെറുക്കനും ചോദിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പ്രാർത്ഥിച്ചോണെ, കെട്ടിക്കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലെന്നറിഞ്ഞാൽ ബ്രോക്കർ പറഞ്ഞു ബിടെക്കാ. പയ്യന്റെ കാര്യം നേരിട്ട് ചോദിക്കാനുള്ള കരുത്തില്ല. അതുകൊണ്ട് ബ്രോക്കറോട് ചോദിച്ചോ പറഞ്ഞു അവനും അതാന്ന് പറഞ്ഞു. അവനും കല്യാണം നടന്നു. ഞാനും കല്യാണത്തിന് പോയി. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, പോയിരിക്കാൻ പറ്റുകയില്ല. കല്യാണത്തിന് ഇരിക്കുമ്പോഴും പുള്ളിക്കാരത്തി എന്നോട് പറയും,
ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. പെണ്ണെ ചെറുക്കനെ കൈ കോർപ്പിക്കും എന്ന് പറഞ്ഞാൽ പൊട്ടാത്ത രീതി കയ്യെ പിടിപ്പിക്കണേന്ന്. പാസ്റ്റർമാർ അവസ്ഥ മനസ്സിലാക്കും. കല്യാണം എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് ചെറുക്കനോട് സ്റ്റേജ് വെച്ച് തന്നെ ചോദിച്ചു, എന്തുവാ ജോലി? പറഞ്ഞു, ഞാൻ UAE-ലാ. എവിടെയാ ജോലി ചെയ്യുന്നത്? എനിക്ക് സ്വന്തമായിട്ട് കമ്പനിയാ. ഞാൻ ചെവി ചോദിച്ചു, ജോലിക്കാരൊക്കെ ഉണ്ടോ? 10-65 പേരുണ്ട്. ഇവിടെ കൊണ്ടുപോകും. പറഞ്ഞു, വിസായുമായിട്ടാ വന്നേക്കും. അവള് പോകുന്നതിന് മുമ്പേ ഇവള് പോയി. അന്നേരം ഈ ആന്റി പതറിയ, ദൈവം വലിയവനാ കേട്ടോ. ഇത് നമുക്ക് നേരത്തെ അറിയാവുന്നോണ്ടാ നമ്മൾ ഈ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാനിവിടെ പറയാൻ പോകുന്ന സന്ദേശം ശ്രദ്ധിച്ചേ. ഇനിയേലും ആ സങ്കടം അങ്ങ് വിടും. ഞാൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാര ദൂതൻ എന്നെ കടന്നുപോയി. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂത്, നിന്റെ സങ്കടം തീരണം. ഇനിയും ദുഃഖം പാടില്ല. നീ ദൈവത്തിൽ സന്തോഷിക്കണം.